ചെറുപ്പത്തിലെ പോളിയോ വന്ന് കാലുകൾ തളർന്നപ്പോൾ വൈകല്യത്തെ അതിജീവിക്കുന്ന ഇച്ഛാശക്തിയുമായി ആലങ്ങാട് കോട്ടപ്പുറം മാമ്പ്ര 4 സെന്റ് കോളനിയിൽ ഹംസക്കുഞ്ഞ് മണ്ണിനോട് പൊരുതി വിജയിച്ചത് കൃഷിയിൽ നിന്നും തലതിരിക്കുന്ന യുവ മലയാളികൾക്ക് വീണ്ടു വിചാരത്തിനും അനുകരിക്കാവുന്ന മാതൃകയും ആയി. പാട്ടത്തിനെടുത്ത 10 ഏക്കറോളം സ്ഥലത്ത് ഏത്തൻ, പൂവൻ, ഞാലിപ്പൂവൻ, കദളി, റോബസ്റ്റ തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ട 8000-ഓളം വാഴകളാണ് ഹംസക്കുഞ്ഞ് കൃഷി ചെയ്യുന്നത്. വാഴവിത്തിനും വളത്തിനും വില കൂടിയതും കൂലിച്ചിലവ് വർദ്ധിച്ചതും മൂലം വാഴകൃഷി വൻ ലാഭമൊന്നുമല്ലെങ്കിലും 30 വർഷത്തോളമായി മുടങ്ങാതെ കൃഷി ചെയ്യുകയാണ് ഈ മധ്യവയസ്കൻ. കൃഷിഭവനിൽ നിന്നും ചെറിയ തോതിൽ സഹായങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനങ്ങളിൽ അതൃപ്തനാണ് ഹംസക്കുഞ്ഞ്. കൃഷി ഓഫീസിൽ നിന്നാണെങ്കിൽ ഈ വളം മാത്രമേ കിട്ടണുള്ളൂ, വേറെ ഒരു സഹായം കിട്ടുള്ള വളം ചിലപ്പോൾ 200 അത്രയും വായണ്ടായിട്ട് 400 വാഴക്കൊക്കെയാണ് വളം കിട്ടുന്നത്. ഫുള്ളായിട്ട് വളമൊന്നും അവർ തന്നില്ല. പിന്നെ ഈ അവര് പറയും 10,000 വാഴക്കുണ്ട്, മറ്റൊരുക്കി കൊടുക്കണം, മറിച്ചൊരുക്കി കൊടുക്കണം. നമുക്ക് കിട്ടുന്നത് ഏറ്റവും വെച്ചത് ഒരു 300 വാഴക്കൊക്കെ 400 വാഴക്കൊക്കെയാണ് വളം തന്നെ. വലിയ സഹായങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് ഒരു 10,000 രൂപ ബ്ലോക്കിന്റെയും പഞ്ചായത്തിന്റെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവാർഡായിട്ട്. വേറെ സഹായം നമുക്ക് കിട്ടാറില്ല. കാലവർഷക്കെടുതിയിൽ 5000-ഓളം വാഴകൾ 3 വർഷം മുൻപ് നശിച്ചു പോയപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായം ഇതുവരെ കിട്ടിയില്ലെങ്കിലും ഓരോ വർഷവും നാട്ടുകാരുടെ സഹായത്തോടെ കൃഷി ചെയ്യുകയാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലക്കുറവ് കാരണം കൃഷിച്ചിലവ് തിരികെ കിട്ടുന്നത് അപൂർവം. എന്നിരുന്നാലും മണ്ണിൽ മുളയ്ക്കുന്ന വിത്തും ഓരോ ദിവസവുമുള്ള അതിന്റെ വളർച്ചയുമെല്ലാം കാണുമ്പോഴുള്ള സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്ന് 2010-ൽ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഹംസക്കുഞ്ഞ് പറയുന്നു. പിന്നെ ഇതിന്റെ മൂത്ത് പോയി കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം വെച്ചിട്ടും അടുത്ത കൊല്ലം വരുമ്പോൾ നമുക്ക് വെക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു പ്രത്യേക ഒരു വന്നതും മുളക്കണതും ഒക്കെ നമുക്കൊരു സന്തോഷമാണ് അത്. കാരണം അതിന്റെ ഒരു പ്രത്യേക വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വരില്ല, നാളെ കാണാൻ അങ്ങനെ ഒരു പ്രത്യേക വളർന്നു വരുമ്പോൾ നമുക്ക് അത് വെക്കാണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങനെയായാലും എത്ര നശിച്ചാലും പിന്നെ ആ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അടുത്ത കൊല്ലം വേണ്ടെന്ന് പറഞ്ഞാലും പിന്നത്തെ കൊല്ലം നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കും. അവിടെ നിന്നൊക്കെ കടമ്പലൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കും. ഭാരപ്പെട്ട പണികൾക്കെല്ലാം അന്യ സംസ്ഥാനക്കാരെ കൂട്ടുന്ന ഹംസ വളം ചേർക്കാനും പുല്ലുപറിക്കാനും നനയ്ക്കാനും തടമെടുക്കാനുമെല്ലാം തളർന്ന കാലുകളിൽ ഇഴഞ്ഞ് ഈ 10 ഏക്കറിലും നിത്യവും എത്തും. എന്തായാലും നിത്യവൃത്തിക്കുള്ള വക തരുന്ന കൃഷി കൊണ്ട് സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയും നാട്ടുകാരുടെയും കൂടിയുള്ള സഹായത്തോടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്ത ഹംസക്കുഞ്ഞ് തികച്ചും സംതൃപ്തനാണ്. മലയാളിക്ക് അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം വിധിയെ തോൽപ്പിച്ച മനക്കരുത്തുമായി മണ്ണിനോട് പൊരുതുന്ന ഈ മാതൃകാ കർഷകനിൽ കൂടി നാം ഏറ്റെടുക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ.